ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയോണിൻ്റെ, എൻ്റെ വണ്ടി തന്നെയാണ് ഇയോൺ. അതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഈ പ്ലേ കണ്ടോ, അതായത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗിയർ ലിവർ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ പ്ലേ വരുന്നു. അതിന് ശരിക്കും പ്ലേ വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ റിപ്പയർ എന്നാണ് കാണിക്കുന്നത്. ഇതിന് കാണിക്കുന്ന കംപ്ലൈൻറ്റ് ഗിയർ ടൈറ്റ് ആയിരിക്കും. ഗിയർ കറക്റ്റ് പൊസിഷനിലല്ലാതെ കേബിള് മൂവ് ചെയ്യുമ്പോഴാണ് ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആളുകൾ ചിന്തിക്കുക ഗിയർ ബോക്സിന് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ ഗിയറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ചിന്തിക്കുക. പക്ഷേ ഈ ഒരു ബോൾ കണ്ടോ, ആ ബോൾ മൂവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഷാഫ്റ്റിൽ ഒരു ബുഷ് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു കറുത്ത ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് ഓൾറെഡി തേയ്മാനം സംഭവിച്ചിട്ട് അത് ക്രാക്കായിരിക്കുകയാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ സംഭവിച്ചേക്കുന്നത്. ഇത് നോർമലി അത്യാവശ്യം ഒരുപാട് കിലോമീറ്ററുകൾ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോർമലി ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഇപ്പം ഞാനതിൽ ചെയ്തേക്കുന്നത് ആ കറുത്ത ബുഷ് മാറ്റിയിട്ട് ആ ഒരു പച്ച കളറ് ബുഷ് ഇട്ടു ആ ഒരു ലിവറിൻ്റെ ആ ഒരു ജോയിൻറ്റുമേ കണക്ഷനുമേ. അപ്പോൾ അത് ഇപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് പ്ലേ ഇല്ല. അതുമേ ഞാൻ ചെയ്തേക്കുന്നത് നമ്മുടെ ചെടിയൊക്കെ നനയ്ക്കുന്ന ഒരു ഹോസ് ഉണ്ടല്ലോ, റബ്ബറിൻ്റെ ഒരു ഹോസ് ട്യൂബ്. ആ ട്യൂബ് ജസ്റ്റ് കയറ്റിയിട്ടിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തു. കാരണം ആ ഹോസ് വേറെ ഒന്നും ചെയ്യണ്ട, കറക്റ്റ് സൈസിലുള്ള സാധനമാണ് വരുന്നത്. അത് ഈ ഹോസാണത് കണ്ടോ. ഇതാ ഹോസിൻ്റെ വീട്ടിൽ ചെടി നനയ്ക്കുന്ന ഹോസിൻ്റെ ഒരു എഡ്ജ് കട്ട് ചെയ്തെടുത്തിട്ട് അതിലാണ് ഞാൻ ചെയ്തേക്കുന്നത്.